ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെസ്കോ കുറയാനഗി. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവർ അലി. മാസ്റ്റർ ഉത്സാഹപൂർവ്വം തലകുലുക്കിയും ഇടയ്ക്കിടെ മൂളിയും ചിരിച്ചും അവളെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചു ടോട്ടോയ്ക്ക് ഇതിൽപ്പരം എന്തു വേണം? അവൾ പൂർവാധികം ഉന്മേഷത്തോടെ തുടർന്നു. ഓർമ്മയുള്ള സകലതും പറഞ്ഞു തീർന്നു. ഇനി കുഞ്ഞു വിരലുകൾ കൊണ്ട് വായ് പൊത്തിപ്പിടിച്ചു കണ്ണുകൾ മുകളിലോട്ടാക്കി അവൾ ആലോചിച്ചു നോക്കി. ഇനിയും? തീർന്നോ? മാസ്റ്റർ ചോദിച്ചു. നിർത്തുന്നത് നാണക്കേടാണ്. ഇതുപോലൊരവസരം ഇനി ഉണ്ടാകണമെന്നില്ല. പിന്നെ? അവൾ തല പുകഞ്ഞാലോചിച്ചു. ആ കൊച്ചു തലയിൽ നിൽക്കാവുന്നതെല്ലാം ഓർത്തെടുത്ത് കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ഉപായം തോന്നി. ഇപ്പൊ ഇട്ടിരിക്കുന്ന പുത്തൻ ഉടുപ്പിന്റെ കാര്യം പറയാം, അവൾ തീരുമാനിച്ചു. അവളുടെ ഉടുപ്പുകളൊക്കെ അമ്മ തന്നെ തയ്ക്കുകയാണ് പതിവ്. പക്ഷെ ഈ ഉടുപ്പ് അങ്ങനെയല്ല, കടയിൽ നിന്നും വാങ്ങിയതാണ്. എന്നും സ്കൂൾ വിട്ടു വരുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അവിടെവിടെ കീറിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവ ഉടനീളത്തിലായിരിക്കും. കട്ടിയുള്ള കോട്ടൺ പാന്റ് പോലും തുണ്ടം തുണ്ടങ്ങളായ സമയങ്ങളുണ്ട്. വെളിപ്പറമ്പുകളിലെ കമ്പിവേലികൾക്കിടയിലൂടെ നുഴഞ്ഞു കടക്കുക, ഏതെങ്കിലും വീട്ടുമുറ്റങ്ങളിലെ പത്തലുകൾക്കിടയിലൂടെ പായുക തുടങ്ങിയ വീരകൃത്യങ്ങളുടെ ഫലമാണിത്. അമ്മക്കറിഞ്ഞുകൂടാത്ത ആ സാഹസങ്ങളൊക്കെ അവൾ മാസ്റ്റർക്ക് വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. രാവിലെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ നേരം നോക്കുമ്പോഴുണ്ട് അമ്മ തുന്നിയ ചന്തമുള്ള ഉടുപ്പുകളെല്ലാം കീറിപ്പറിഞ്ഞിരിക്കുന്നു. ഒടുക്കം കടയിൽ നിന്നും പുതിയ ഉടുപ്പ് വാങ്ങേണ്ടി വന്നു. എന്ത് നല്ല ഉടുപ്പ്! കമ്പിളി പോലുണ്ട്. നിറയെ വരകളും കറുപ്പും ചുമപ്പും ചാരം. നോക്ക്, ഈ കോളറിലെ നല്ല ചുവന്ന പൂക്കളുണ്ടല്ലോ, അത് അമ്മയ്ക്ക് പിടിച്ചില്ലത്രേ. കോളർ നിവർത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി എന്താ പറയുക? അവൾ ചുഴിഞ്ഞാലോചിച്ചു. ഒന്നും ബാക്കിയില്ല. അവൾക്ക് ദുഃഖം തോന്നി. അപ്പോഴേക്കും മാസ്റ്റർ എഴുന്നേറ്റു അവളുടെ അടുക്കലേക്ക് വന്നു. പരുപരുത്ത കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ ഈ സ്കൂളിലെ കുട്ടിയാണ്. എന്താ? അതെ, ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായി ശരിക്കും തനിക്കിഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുവെന്ന് ആ നിമിഷത്തിൽ ടോട്ടോച്ചന് തോന്നി. കൊച്ചു ടോട്ടോ ചിലച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും മാസ്റ്റർ കോട്ടുവായിടുകയോ അശ്രദ്ധനായിരിക്കുകയോ ചെയ്തില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളിൽ അവൾക്കൊപ്പം താൽപര്യമുള്ള മാസ്റ്റർ. അവളുടെ കൊച്ചു ജീവിതത്തിൽ ഇതിൽ പരം എന്ത് സന്തോഷം തോന്നാൻ? അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ മറ്റാരും ഇത്രയും മെനക്കെട്ടിട്ടില്ലല്ലോ.